بسم الله الرحمن الرحيم السلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യനായ സലാം സലാഹി കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചതിൽ നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. നമ്മുടെ കുടുംബം മാധുര്യമേറുന്നതാകണമെങ്കിൽ അതിൻ്റെ തൗഫീഖ് നൽകേണ്ടത് അല്ലാഹുവാണ്. ഫോണുകളിൽ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ മിന്നിമറയുന്ന റീലുകളിൽ അഭിനയിക്കുന്ന ആളുകളുടെ വാക്കുകളും ചേഷ്ടകളും അനുഭവങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഓരോ മുക്കും മൂലയും ഇരുളും വെളിച്ചവും കയ്പും മധുരവും അനുഭവിക്കുന്നവർ നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെ സന്തോഷം നമുക്ക് നൽകേണ്ടത്, അതിന് തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നല്ലാതെ നമ്മുടെ കുടുംബത്തിന് മാധുര്യമുണ്ടാവുകയില്ല. അതായത് ഈമാനിൻ്റെ മാധുര്യമാണ് കുടുംബജീവിതത്തിൻ്റെ മാധുര്യം എന്ന ഇക്വേഷനാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, അയൽപ്പക്കക്കാർ, കുടുംബക്കാർ, ഇതൊക്കെ ഈ ഒരു സർക്കിളിനുള്ളിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരോ ആളുകളുമായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമ്മുടെ നന്മകളുടെ ഏറ്റവും ഉന്നതമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ അവിടെ നിന്ന് നമുക്ക് നല്ല വിളവുകൾ സാധ്യമായി ലഭിക്കുകയുള്ളൂ. ഏറ്റവും നല്ല വിത്തിറക്കുന്നതിൽ ലക്ഷ്യം ഏറ്റവും നല്ല വിളവ് ലഭിക്കണമെന്നതാണ്. അപ്പം നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മളുമായി ലിങ്കായി നിൽക്കുന്ന ഓരോരോ മേഖലകളിലും ഓരോരോ വയലുകളാണ്, മണ്ണുകളാണത്. നമ്മളമ്മ, നമ്മളെ വാപ്പ, മക്കള്, ഭാര്യ, ഭർത്താവ്, ജ്യേഷ്ഠൻ, അനുജൻ, അമ്മാവൻ, അമ്മായി, ഇവരൊക്കെ നമുക്ക് നടാനുള്ള വിത്തുകൾ, നടാനുള്ള ഓരോരോ പ്രതലങ്ങളാണ്. അവിടങ്ങളിൽ
നന്മയുടെ ഏറ്റവും നല്ല വിത്തുകൾ ഇറക്കിയാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. പറഞ്ഞത് നമ്മുടെ വീടകമെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകളുടെ ഏറ്റവും നല്ല ഭാവങ്ങൾ പുറത്തെടുക്കേണ്ടുന്ന ഇടങ്ങളാണ് എന്നതാണ്. അവിടെ പ്രധാനമായും 7 വികാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതില്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അസുഖബാധിതനായ ആള് ഏറ്റവും നല്ല രുചിയേറുന്ന ഭക്ഷണം കഴിക്കുന്നത് പോലെ ഉണ്ടാവും. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അദ്ദേഹം കഴിക്കുന്നുണ്ട്, രുചി ഫീൽ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം രോഗിയാണെന്നുള്ളതാണ് കാരണം. ഭക്ഷണത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹം കഴിക്കാത്തതിൻ്റെയും കുഴപ്പമല്ല, മറിച്ച് അത് അനുഭവിക്കാൻ, ആസ്വദിക്കുവാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വികാരങ്ങൾ, ഈ ഒരു 7 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ, പുറത്തെടുത്തിട്ടില്ല എങ്കിൽ, അത് ആക്റ്റീവായിട്ടില്ലെങ്കിൽ രോഗി രുചികരമായ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. മടുപ്പുണ്ടാവും. കുറച്ച് അല്ലേ, ഭാര്യയുടെ അരികിൽ കുറച്ചിരിക്കുമ്പോഴത്തേക്ക് മടുപ്പ് തോന്നും. ഭർത്താവിനെ കുറെ കാണുമ്പോഴത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ തോന്നും. മക്കളോട് സംസാരിക്കാൻ മനസ്സ് വരില്ല അല്ലേ, വീടകങ്ങളിലേക്ക് കയറി വരാൻ തോന്നില്ല. പീഡികത്തിണ്ണകളിലും ഓഫീസുകളിലും ചടഞ്ഞിരിക്കാൻ, കൂട്ടുകാർക്കൊപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊക്കെ തോന്നും. അവിടെ ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ, 1 സ്നേഹമാണ്, സ്നേഹമാണ്. 2ാമത്തത് ക്ഷമയാണ്. 3ാമത്തത് വിട്ടുവീഴ്ചയാണ്. 4ാമത്തത് വിനയമാണ്. 5ാമത്തത് അനുസരണയാണ്. 6ാമത്തത് സഹകരണമാണ്. 7ാമത്തത് ഉപദേശമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നിടത്ത്, അതിന് പ്രശ്നങ്ങൾ വരാത്ത സ്ഥലങ്ങളിലെല്ലാം സന്തോഷത്തിൻ്റെ വിത്തുകൾ അത് ഏറ്റവും നന്നായി മുളച്ചു വരുന്നതായി കാണാം. നമുക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നമ്മുടെ വാപ്പയായാലും ഉമ്മയായാലും മോനായാലും ജ്യേഷ്ഠനായ അനിയനായാലും നമ്മൾ എന്ന വ്യക്തിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താ? ഇവിടുന്ന് പോകുമ്പോൾ സമാധാനത്തോടു കൂടി പോകണം അല്ലേ? ഇത്രയുള്ള ലക്ഷ്യം. മരിക്കുന്ന സമയത്ത് അള്ളാഹ് പറഞ്ഞ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്റ്റാറ്റസ് അല്ലേ മാറിക്കൊണ്ടിരിക്കില്ല. നമ്മളെ സ്റ്റാറ്റസ് മാറ്റുന്നൊരു കാലമാണ്. നമ്മളെ ആളുകൾ ഇവിടെ എന്താ ഭക്ഷണം വെച്ച് അത് സ്റ്റാറ്റസ് ഉണ്ടാവും, എന്ത് ഡ്രസ്സായിട്ടത് സ്റ്റാറ്റസ് ഉണ്ടാവും, എവിടെ പോയത് സ്റ്റാറ്റസ് ഉണ്ടാവും. ലോകത്തുള്ള മുഴുവൻ ആളുകളും അറിയണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മൂമെൻ്റ് എന്നുള്ള ധാരണ. പക്ഷേ ഒരു സ്റ്റാറ്റസ്, എന്ത് സ്റ്റാറ്റസ് നമ്മൾ ഇട്ടാലും ഒരു സ്റ്റാറ്റസ് മാറാൻ പാടില്ല. എന്താണെന്നറിയാം? മുസ്ലിം എന്ന നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ സ്റ്റാറ്റസ്. അതാണ് എപ്പോഴും ഓതി കേൾക്കാറുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. പിന്നെന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. മുസ്ലിം ആയിട്ടല്ലാതെ ഉമ്മയാണോ പ്രശ്നമല്ല, വാപ്പയാണോ, നിങ്ങളുടെ പേര് ജ്യേഷ്ഠൻ എന്നാണോ വിളിക്കുന്നത്, അനിയനായിട്ടാണോ നിങ്ങൾക്ക് അഭിമാനിക്കേണ്ടി വരുന്നത്, കൂട്ടുകാരനായിട്ടാണോ, കുടുംബക്കാരനായിട്ടാണോ, മകനായിട്ടാണോ, മകളായിട്ടാണോ, ഒരു പ്രശ്നവുമില്ല. ജീവിതത്തിൻ്റെ യാത്രയിൽ പല പല വേഷങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഇടണം. അവിടങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ധരിക്കേണ്ടുന്ന ഒരു വസ്ത്രം, അത് തഖ്വയുടെ വസ്ത്രമാണ്, ഈമാനിൻ്റെ വസ്ത്രമാണ്. ആ വസ്ത്രം മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ മരിച്ചുപോയ കുറച്ചാളുകൾക്കുള്ള പ്രതിഫലം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ജന്നാത്തു അദിൻ, ജന്നാത്തു അദിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗ്ഗഗേഹം. യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം. ആ സ്വർഗ്ഗത്തോപ്പിൽ ആരൊക്കെ പ്രവേശിക്കാന്നറിയോ? ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, അവരുടെ ഇണകൾ, അവരുടെ പിതാക്കന്മാർ, അവരുടെ മക്കൾ. ആ അസ്വാജിൽ നിന്നും ദുർരിയാത്തിൽ നിന്നും ആബായിൽ നിന്നും സ്വാലിഹീങ്ങളായ ആളുകൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ടോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ
അവരുടെ അരികിലേക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രവേശിക്കും. എന്നിട്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ജീവിതത്തിൽ അവധാനതയോടെ, ക്ഷമയോടെ, വിനയത്തോടെ, അനുസരണയോടെ, ഉപദേശബോധത്തോടെ, സ്നേഹത്തോടെ ജീവിച്ചതിൻ്റെ പരിണിത ഫലം എത്ര നല്ല ഗേഹമാണ്, അതിനുള്ള പ്രതിഫലമാണത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോലെയാണ് അല്ലേ? പെണ്ണുങ്ങൾക്കും പറയും അർരിജാലു ഖവ്വാമൂന അലന്നിസാ എന്നല്ലേ? ആണുങ്ങളൊക്കെയാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം. ആണൊക്കെ നോക്കേണ്ടത്. പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്കല്ലേ നേതൃത്വം നൽകിയത്, അതുകൊണ്ട് നിങ്ങൾ നോക്കണം. ആണുങ്ങൾ വിചാരിക്കും അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ള കുടുംബത്തിൽ? ആർക്കാ പറഞ്ഞോളൂ? ആണിനാണോ പെണ്ണിനാണോ? ആണിനാണ്. വണ്ടിൻ്റെ മുമ്പത്തെ ടയറിനാണോ ഇമ്പോർട്ടൻ്റ്, ബാക്കത്തെ ടയറിനാണോ ഇമ്പോർട്ടൻ്റ്? ഡ്രൈവർമാരൊക്കെ ചോദിച്ചേ, വണ്ടി ഓടുന്നത് മുമ്പിലത്തെ ടയറിനാണോ ഇമ്പോർട്ടൻ്റ്, ബാക്കത്തെ ടയറിനാണോ? രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ലേ? ടയർ മാറ്റാൻ പോയിട്ടോ നിങ്ങൾ? അപ്പോൾ നല്ല ടയർ എവിടെടാന്നാ പറയല്? എവിടെ? ഫ്രണ്ടിലിടാനല്ലോ അല്ലേ? ബാക്കായിരുന്നു നിങ്ങൾ ഇതുവരെ പറഞ്ഞ്. ടയർ മാറ്റുമ്പോൾ നല്ല ടയർ എവിടെടാന്നാ പറയാ? ഫ്രണ്ടിലിട. എന്താ നല്ല ടയർ ഫ്രണ്ടിലിടണം അല്ലേ? അദ്ദുനിയാ മതാഉൻ വഖൈറുൽ മതാഉ ദുനിയാ അൽ മർഅത്തു സ്സാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വിഭവമാണ്. അതിലേറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അത് മർഅത്തുൻ സാലിഹ, സാലിഹത്തായ പെണ്ണാണ്. അപ്പം ഏറ്റവും നല്ല ടയർ നമ്മൾ വണ്ടിൻ്റെ മുമ്പിലിടുന്നത് എന്തിനാണെന്നറിയോ? ബാക്കാണ് ഭാരം കൂടുതലുള്ളത് അല്ലേ? ബാക്കിലാണ് 2 ടയർ ഉണ്ടാവുക. ഓരോ സൈഡിലും 2 ടയറൊക്കെ വാഹനത്തിലെ ഹെവി വെഹിക്കിളിലൊക്കെ എവിടെ ഉണ്ടാവുക? ബാക്കിലാണ്. അതിന് ഭാരം കൂടുതൽ അവിടെയാണ്. പക്ഷേ ഫ്രണ്ട് ടയർ എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്താ അറിയോ? ബാക്കിൽ ഒരു ടയർ പൊട്ടിന്ന് വെക്കുക, അപകട സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഫ്രണ്ട് ടയർ പൊട്ടിയാലേ പിന്നെന്തുണ്ടാവില്ല? കൺട്രോൾ ഉണ്ടാവില്ല. ഫ്രണ്ട് ടയർ പൊട്ടിയാൽ പിന്നെ ഒരു കൺട്രോളും ഉണ്ടാവില്ല. അപകടം 100% ഉറപ്പായിരിക്കും. വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടാവില്ല. ബാക്കാണെങ്കിലോ ഫ്രണ്ട് പരമാവധി താങ്ങിക്കോളൂ അല്ലേ? നമുക്ക് പിടിച്ച് നിർത്താൻ എന്തുണ്ടാവും? ഒരു സമയം ഉണ്ടാവും, ടൈം ഉണ്ടാവും. ഇതേപോലെയാണ് സഹോദരന്മാരെ. ഫ്രണ്ടാണോ ബാക്കാണോ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ബാക്കിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഫ്രണ്ട് ഓക്കെ ആണെങ്കിൽ അത് പരമാവധി കൺട്രോൾ ചെയ്തോളൂ. അതായത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആണിനാണ്. എല്ലാ ഭാരങ്ങളും, മക്കളുടെ ഭാരം, ഭാര്യയുടെ ഭാരം, മാതാപിതാക്കളുടെ ഭാരം, വീടിൻ്റെ ഭാരം, ജോലി, ഇതൊക്കെ സഹിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് ആരെ തന്നെയാണ്? ആണിനെ തന്നെയാണ്. പക്ഷേ ഒരു കുടുംബത്തിനെ ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആര് വേണമെന്നറിയാം? നല്ലൊരു പെണ്ണ് തന്നെ വേണം. ആണിൻ്റെ ഏതെങ്കിലും ടയർ പൊട്ടിയാൽ ഫ്രണ്ട് ടയർ ഓക്കെ ആണെങ്കിൽ പരമാവധി അത് മുമ്പോട്ട് പോകും, അപകടമില്ലാണ്ട് പോകും. അതേസമയം ബാക്ക് ടയർ എത്ര നന്നായിട്ടും കാര്യമല്ല, ഫ്രണ്ട് പൊട്ടിയാൽ പോയി. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ സാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്, നല്ല ഉത്തരവാദിത്തമുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, ഇണകളായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇതാണ് ബേസ്, എഞ്ചിൻ ഇതാണ് മവദ്ദത്തും റഹ്മത്തും. ആ പറഞ്ഞ 7 വികാരങ്ങളും ഈ 2 സാധനത്തിലുണ്ട്. മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് പുരുഷനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളുകളാവണം പെണ്ണുങ്ങളോട്. കാരണം അവരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്, നിങ്ങളെ മക്കളെ നോക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, കുടുംബത്തിൻ്റെ മുഴുവൻ ഗതിവിഗതികളെ കൺട്രോൾ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. കാരണം മുമ്പിൽ മൂവ് ചെയ്യുന്നത് അവരാണ്. നിങ്ങൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും മുമ്പിൽ മൂവ് ചെയ്യുന്നത് അവരാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരോട് നല്ലോണം നോക്കണം, അവരെ നല്ലോണം നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ കുടുംബത്തിനോട് നന്നായി പെരുമാറുന്നവർ. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പെണ്ണുങ്ങളോട് നന്നായി പെരുമാറുന്നവർ. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് കാണാം, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. വിശ്വാസികളിൽ ഏറ്റവും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം അത് നല്ല സ്വഭാവങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ ഏറ്റവും നല്ല ആള് പെണ്ണുങ്ങളോട് നല്ലോണം പെരുമാറുന്ന ആളുകളാണ്. ഇതേപോലെ തന്നെ സ്ത്രീയോടും അല്ലാഹ് പറഞ്ഞു. സ്ത്രീയുടെ ഭാഗവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഖൈറുൻ നിസാ, ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ നളർത ഇലൈഹ സർറത്ക, അവളെ നീ നോക്കിയാൽ നിനക്ക് സന്തോഷം ഉണ്ടാക്കും. വ ഇദാ അമർതഹ അത്വഅത്ക, നീ അവളോടൊരു കാര്യം പറഞ്ഞ അവൾ അതനുസരിക്കും. വ ഇദാ ഗിബ്ത അൻഹാ ഹഫിദ്ക ഫീ മാലിക വ നഫ്സിഹ, നീ ഇല്ലാത്തപ്പോൾ നിന്റെ ധനവും ശരീരവും അവളുടെ ശരീരമൊക്കെ അവൾ നോക്കിക്കോളും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു. ഇതൊരു ഓർഡർ അല്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യാനുള്ള ചില ഉപദേശങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 നേരത്തെ നമസ്കാരം ഒരു പെണ്ണ് നിർവഹിക്കുകയാണെങ്കിൽ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 നേരത്തെ നമസ്കാരം മോൾ നിർവഹിക്കുകയാണ്. വസാമത്ത് ഷഹ്റഹ, റമളാൻ മാസം അവൾ നോമ്പ് വെക്കുകയും ചെയ്യാണ്. വഹഫിളത് ഫർജഹ, അവളുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ. വ അത്വഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ. ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, അവളോട് പറയപ്പെടും, നിനക്കിഷ്ടമുള്ള സ്വർഗ കവാടങ്ങളിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയപ്പെടും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം വേറൊരു വായന ഉണ്ടാവും. എന്തെന്ന്? ഇതൊക്കെ നമ്മളോടുള്ള കൽപ്പനയല്ലേ, നിങ്ങൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് അല്ല. ഇത്ര ചെയ്താൽ തന്നെ അള്ളാഹ് അവൾക്ക് കൂലി കൊടുക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടുതലൊന്നും വേണ്ട, ഇത്ര ചെയ്താൽ തന്നെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പോകാന്ന്. ഒന്നാമതായി നമ്മൾ ഓതിയ ആയത്തില്ലേ, സൂറത്തുർ റഅദിലെ 24-ാമത്തെ ആയത്തില്ലേ, 23, 24 ആയത്ത് എന്താ? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം ജന്നാത്തു, അതിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ ഇത്ര സിമ്പിളാണ്. സ്ത്രീകൾക്ക് അവൾ ഇത് ചെയ്താൽ അവൾക്ക് ഇഷ്ടമുള്ള ഭാവിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം ഇവിടെ എന്തുണ്ട്? ആദ്യം ചെയ്യേണ്ടതെന്ത്, പിന്നെ ചെയ്യേണ്ടതെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, കുടുംബജീവിതത്തിൽ ചോറുണ്ടാക്കിയിട്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾ. എന്താ പരിപാടി? ചോറുണ്ടാക്കിയാലും ബുഹ്റ് പോയി, ചായ ഉണ്ടാക്കിയിട്ട് അസ്റ് പോയി, മീൻ മുറിച്ചിട്ട് ഇശ മഗ്രിബും പോയി. അങ്ങനെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇശാവും പോയി. ഇങ്ങനെ ആവാൻ പാടില്ല. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ദീനിനായിരിക്കണം, നമ്മുടെ ദീനിനായിരിക്കണം. മരിക്കാൻ ഇങ്ങനെ മലക്കുൽ മൗത്ത് വന്ന് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഭർത്താവ് ഉണ്ടാവില്ല, അടുത്ത് ഭർത്താവ് ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല, നമ്മൾ മാത്രം ഉണ്ടാവുക. ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യുക പരലോകത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. പ്രവാചകൻ പറഞ്ഞു, അത് റെഡിയായോ? ബാക്കിയൊക്കെ റെഡിയാണ്. അത് പോയോ? ബാക്കിയൊക്കെ മോശം. ഇത് ആണുങ്ങളോട് മാത്രമല്ല, പെണ്ണുങ്ങളോടും. ആണുങ്ങളെ നമ്മൾ നേരെ പറഞ്ഞേൽപ്പിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായ റോളുണ്ട്. ബാങ്ക് കൊടുത്ത് എന്താ പരിപാടി? ആണുങ്ങളവിടെ കുത്തിരിക്കുന്നുണ്ടോ? മൊബൈൽ നോക്കി കുത്തിരിക്കുകയാണോ? സോഫയിൽ കുത്തിരിക്കുകയാണോ? ചാരിക്കടന്ന് ഉറങ്ങുകയാണോ? അവിടെ വേറെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണോ? അവരോട് പറയുക ബാങ്ക് കൊടുത്ത് പള്ളി പോയിക്കോളൂ. 2 വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, 3-ാമത്തെ വട്ടം അവർ പോയിക്കോളൂ. കാരണം എന്താ? ഇപ്പം ഞാൻ പോയില്ലെങ്കിലും ഓട് വന്ന് പറയും എന്നോട് പോയിക്കോളേ, അപ്പം ഞാൻ പോയാൽ മതിയാവും. അപ്പം എന്താണെന്ന് വെച്ചാൽ 2-3 വട്ടേ പറയേണ്ട ആവശ്യം ഉണ്ടാവും.
ഇതൊക്കെ ഈ പ്രയോറിറ്റി, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രയോറിറ്റികളൊക്കെ കൃത്യമായി പാലിച്ചു പോകണം. അപ്പം എന്ത് ചെയ്യണം? ഭർത്താവിനെ, മക്കളെ ബാങ്ക് കൊടുത്ത പുരയിലാണെങ്കിൽ പള്ളിയിലേക്ക് പോയിക്കൊള്ളി എന്നറിയണം, അല്ലേ? ക്ഷീണം, പള്ളിയിൽ പോയി എന്നിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊള്ളി. അവർക്കതിന് സൗകര്യം ചെയ്തു കൊടുക്കണം, പള്ളിയിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കണം, അല്ലേ? പ്രവാചകൻ അങ്ങനെ തന്നെയാണ്. അടുക്കളയിൽ ഉണ്ടാവും, ബാങ്ക് കൊടുത്ത പള്ളിയിലേക്ക്. അപ്പോൾ എന്താ പെണ്ണുങ്ങൾക്ക് എന്താ പണി? പള്ളിയിൽ പോയിട്ട്, ആണുങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ച് അവിടെ നിന്ന് വിക്രവും കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് വീട്ടിൽ വന്നു. നിസ്കരിക്കാൻ എപ്പോഴാണ് പറഞ്ഞത്? ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടതാണ്. ഏറ്റവും നല്ല നിസ്കാരം അതിൻ്റെ അവലോകത്തിൽ നിസ്കരിക്കുന്നു. ആണുങ്ങൾക്ക് മാത്രം, പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെണ്ണുങ്ങൾ ആണുങ്ങൾ പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അടുപ്പത്തുള്ള ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? പോയിട്ട് ളുഹർ നിസ്കരിച്ചിങ് പോരുക. ളുഹർ നിസ്കരിച്ചിങ് പോരുക, റിലാക്സായി. ആ ദിവസം എത്ര റിലാക്സ് ആയിക്കുന്നറിയോ? ഇതൊക്കെയാണ് കുടുംബത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ. നമ്മുടെ മതപരമായ ചിഹ്നങ്ങളെ സൂക്ഷിക്കാതെ ഉള്ള ഒരു ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു തൗഫീക്ക് നൽകില്ല. ഈ സന്തോഷവും സമാധാനമൊക്കെ ആരാ തരേണ്ടത്? അങ്ങനെ ഉണ്ടാവില്ലേ? ഇതൊക്കെ ആരാ തരേണ്ടത്? നമ്മുടെ മനസ്സിൻ്റെ കൺട്രോള് ആരെടുത്ത? ടെൻഷൻ വന്നു, ആരപ്പം നമ്മളെ സമാധാനിപ്പിക്കുക? 4 ആൾ പറഞ്ഞ തീരുന്ന കൺട്രോൾ ആവുന്ന ഹൃദയമാണ് നമ്മളെടുത്ത്? അല്ല, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം പടച്ചോൻ തന്നെ തരണം നമുക്ക്. കാരണം എന്താ? വനഫ്സിൻ വമാ സവ്വാഹ. ഹൃദയം അള്ളാഹു, നഫ്സ് അത് അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ്, അള്ളാഹിന്റെ കൺട്രോളിലാണ്. അപ്പം നമ്മുടെ ടെൻഷൻ, ദുഃഖം, ക്ലേശങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്, സമാധാനം നൽകേണ്ടത് അള്ളാഹുവാണ്. രോഗം അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, രോഗം മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനെ സർവൈവ് ചെയ്യാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് തരും. ഇങ്ങനെയൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കുക. എങ്ങനെ സഹായിക്കുക? സമാധാനം ഉണ്ടാക്കി എങ്ങനെയാണെന്നറിയോ? ചിലപ്പം ആ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കളയും. പ്രയാസങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ ഒരു രോഗത്തിൽപ്പെട്ടു, ദാരിദ്ര്യത്തിൽപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടു, കുടുംബജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കല്ലോ. ഒരു ദിവസം ഒന്നായിരിക്കും, അടുത്ത ദിവസം വേറൊന്നായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ അടുത്തുനിന്ന് ആ പ്രയാസങ്ങളെ നീക്കിക്കളയും. അങ്ങനെ നമുക്ക് അള്ളാഹു സമാധാനം നൽകും. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? പ്രയാസങ്ങളൊന്നും നീക്കൂല, പ്രയാസങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനെ നേരിടാനുള്ള മനസ്സുണ്ടല്ലോ, പടച്ചവൻ കൊടുത്തില്ല നമുക്ക്. മനസ്സിങ്ങനെ നീറിങ്ങനെ പുകഞ്ഞിങ്ങനെ അതിങ്ങനെ മിടിച്ചോണ്ടിരിക്കും, അല്ലേ? അള്ളാഹു ആ മനസ്സിലേക്കൊരു സമാധാനം കൊണ്ട് ഇട്ടാണ്ടല്ലോ, റിലാക്സ്. ഒരു പ്രശ്നമുണ്ട്, നോക്കിക്കാണുന്നവർ അത്ഭുതപ്പെട്ടു, എങ്ങനാ ഇവരിത് തരണം ചെയ്യുന്നത്. പക്ഷേ അവരത് തരണം ചെയ്യും. അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ? അള്ളാഹു അവരുടെ മനസ്സിന് ഉറപ്പ് കൊടുത്തു. നമ്മൾ നിൽക്കുമ്പോൾ കാല് വറച്ച്, അല്ലേ? കാലൊന്ന് വറച്ചാൽ നമുക്കത് നേരെ നിർത്താൻ പറ്റും. നമുക്ക് ഒന്ന് കാലിങ്ങനെ വറയ്ക്കാൻ നോട്ടിക്കോ, നമുക്ക് നേരെ പിടിച്ചാൽ കിട്ടുമോ? നേരെ കിട്ടുമോ? ഇല്ല. കൈ ഇങ്ങനെ വറയ്ക്കാൻ തുടങ്ങി നോട്ടുക, ഒരു രക്ഷയുണ്ടാവില്ല. അതിങ്ങനെ വറച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖിന്റെ മുകളിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പൊ അതൊക്കെ അള്ളാഹു നൽകണം. അതിനെന്ത് വേണമെന്നറിയോ? ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാതകൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ റെഡിയായ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് സമാധാനം ഇട്ടരും. ഇതിൻ്റെ അർത്ഥം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥമല്ല, നമുക്ക് രോഗം വരില്ല എന്നതിൻ്റെ അർത്ഥമല്ല. ഇതൊക്കെ വരും, ഇത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളുടെ മുമ്പിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു തവക്കുൽ എന്നൊരു സാധനം അവിടെ ആക്റ്റീവ് ആവും. തവക്കുൽ എന്ന് പറഞ്ഞൊരു സാധനം അള്ളാഹു എന്ത് ചെയ്യും? അത് ആക്റ്റീവാക്കും. സബറും തവക്കുലും ഒരുമിച്ച് കൂടിയാൽ പിന്നെ ഒരായുധത്തിനും അതിനെ തകർക്കാൻ പറ്റില്ല എന്നാ. സബറും ക്ഷമയും തവക്കുലും ഒരുമിച്ച് ഒരു അടിമയിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. ദുനിയാവ് അവൻ്റെതൊക്കെ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് അള്ളാഹു ദാനമായി നൽകണമെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം.
ഇതൊക്കെ ഈ നല്ല ആളായി അടിമയായി ജീവിക്കുക എന്നത് അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിലനിൽക്കുന്ന ഒരു കുടുംബം, വീടകമെന്ന് പറഞ്ഞ പാട്ടും അല്ലേ, ആ പാട്ടൊക്കെ മ്യൂസിക്കായിട്ട് വരുമ്പോഴേക്ക് തന്നെ മക്കൾ പറയണം, ഉമ്മ മ്യൂസിക്, മോളെ മ്യൂസിക് പറ്റില്ല. അത് പറയുമ്പം തന്നെ അതൊക്കെ ഒരു ഈമാനിൻ്റെ വേർഡായിട്ടാണ് കിടക്കേണ്ടത്. അവിടെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പിശാചിൻ്റെ സൗണ്ട് ഉണ്ടാവരുത്. അവിടെ കുട്ടികൾ മ്യൂസിക് ഇല്ലാത്ത പാട്ട് കേട്ടോട്ടെ. നമ്മുടെ ഈണം പോലെയുള്ള ഒരുപാട് ചാനലുകളിൽ നല്ല നല്ല ഗാനങ്ങളുണ്ട്, കേട്ടോട്ടോ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് അതിന് പകരമായി ഖുർആൻ ഇങ്ങനെ നിരന്തരമായി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന ഉണ്ടോ നല്ല നല്ല ആക്റ്റീവായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്കൊക്കെയുള്ള സമ്മാനം. നമ്മളെ കുട്ടികൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തു ഫലക്കും സൂറത്തുൽ നസ്റൊക്കെ മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോൾ മിഷാരിൻ്റെയും അതേപോലെ തന്നെ നുഫൈസിൻ്റെയും ഒക്കെ ഖിറാത്തുകൾ ഇട്ടുകൊടുക്കി. അതിങ്ങനെ കേൾക്കട്ടെ. കുട്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്ക്രോളിങ്ങിൽ ഇങ്ങനെ ഈ ആയത്തുകളും ആ ഖിറാഅത്തുകളും ഒക്കെ ഇങ്ങനെ വരട്ടെ. അതങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, അവരത് കേട്ടുകൊണ്ടേയിരിക്കും, അവരത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടത്, നമ്മുടെ റൂമുകളിൽ നടക്കേണ്ടത്. അങ്ങനെ ഒരു ഈമാനികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുടുംബത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഉപദേശ കേന്ദ്രമാകണം. വാപ്പ മക്കളോടും മക്കൾ വാപ്പനോടും ഉമ്മ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ നല്ലത് ഉപദേശിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലത് ഉപദേശിക്കണം അല്ലേ. ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, ചിലപ്പം പെണ്ണുങ്ങൾ ഭയങ്കര സജീവമായിട്ട് ഖുർആൻ ക്ലാസ്സിന് പോകും, ആണുങ്ങൾ പോവില്ല. ചില ആണുങ്ങൾ ഭയങ്കരമായിട്ട് പോവും, പെണ്ണുങ്ങൾ ആ പെണ്ണിനെ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മേഖലയിലേക്കും കൊണ്ടുപോവില്ല. എന്താ, അവർക്ക് ഖുർആൻ പഠിക്കണ്ടേ? അവർക്ക് അലിഫ് ലാം മീം എന്നുള്ള ആയത്ത് ഓതിയപ്പോൾ അലിഫിന് 1, 10, 70 ഖദർ കണ്ട് പ്രതിഫലം കിട്ടണം. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളും അതിനുള്ള വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണ്. അതാണ് അർരിജാലു ഖവ്വാമുന അലൻ നിസാ എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ സാധാ ആദ്യം അതാണ് ഉണ്ടാവേണ്ടത്. എന്ത് ആണ് പെണ്ണിൻ്റെ മോൾ ചെറിയൊരു ആധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിസ്കരിക്കാനും ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ്സിന് പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ, ഖുർആൻ ഓതിയില്ലെങ്കിൽ ഓതാൻ വേണ്ടി പ്രേരിപ്പിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. മഗ്‌രിബ് നമസ്കരിച്ച് കുറച്ച് ഖുർആൻ ഓതട്ടെ നമ്മുടെ പെണ്ണുങ്ങൾ. അപ്പോൾ ആണുങ്ങൾക്ക് അവർക്ക് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. കാരണം ഇതിൻ്റെ ഭാര്യയുടെ ഖുർആൻ ഓതുന്ന സമയമാണ്, ഇതിൻ്റെ ഭർത്താവിൻ്റെ ഖുർആൻ ഓതുന്ന സമയമാണ്, ഇത് എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിത്റിൽ നമസ്കരിക്കുന്നു, 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, ശല്യം ചെയ്യാൻ പോണ്ട, അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ കുട്ടിക്ക് തോന്നണം ഇത് ഇനി കിടക്കുന്നതിന് മുമ്പ് വാപ്പ വിത്രസ്കരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉമ്മ ഓതുന്ന സമയമാണ്, അവിടെ ശല്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പരസ്പര ഉപദേശത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ വീടകങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഞാൻ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞു പോവാണ്, ഒരിക്കലും നമ്മൾ ശാപവാക്കുകൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കരുത്. സാധാരണ ആളുകളിൽ നിന്നും ഒരു ലെവല് പൊന്തിയ ആളുകളായിരിക്കണം നമ്മളൊരു മിനിമം ക്വാളിറ്റി ഉണ്ടാവണം നമുക്ക്. ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന നമ്മൾ എന്നുള്ള നിലക്ക് സാധാരണ ആളുകളെ പോലെ ഉള്ള ആളുകളാവാൻ പാടില്ല. അപ്പം നമ്മളൊരു ലെവല് കൂടിയ ആളുകളാവണം. അപ്പം വീട്ടിലെ സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേർഡിങ്സുകളാണ്. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യുദ്ധത്തിന് പോവാണ്. അപ്പം ഒരു ഒട്ടകപ്പുറത്ത് 4, 5, 6 ആളുകൾ ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്യണം. അത്രേ ഉള്ളൂ ഒരിടത്ത്, മാറി മാറി ഇങ്ങനെ യാത്ര ചെയ്യണം. അങ്ങനെ ഒരു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയോട് ഉയർത്തി. അദ്ദേഹത്തിന്റെ പേര് ഉഖ്ബ എന്നാണ്. അദ്ദേഹത്തിന്റെ ഊഴെത്തിയ സമയത്ത് അദ്ദേഹം ഒട്ടകത്തിന് അവിടെ ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറിയിട്ട് അദ്ദേഹം
പ്രവാചകനോടൊപ്പം യാത്ര പോയി, യുദ്ധത്തിന് പോവാണ്. ആ ഒട്ടകം നീങ്ങിയില്ല. ഒട്ടകം അങ്ങോട്ട് യാത്ര, ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ധൃതിയായി. ഒട്ടകം നടക്കുന്നില്ല. ഒട്ടകം ഇങ്ങനെ പതുക്കെ നടക്കുന്നുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖാല ലഹു ലഅനക്കല്ലാഹ്. ആ ഒട്ടകത്തിനോട് പറഞ്ഞത്, നിന്നെ അള്ളാഹു ശപിക്കട്ടെ. ഇത് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന് എന്താണ്, പ്രവാചകനോടൊപ്പം വേഗത്തണോ, അതിനു വേണ്ടിയിട്ടാണ്. ആ ഒട്ടകത്തിനെ ശപിച്ചു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാദൽ ലഅന ബഈറ. ആരാണ് ആ ഒട്ടകത്തിനെ ശപിച്ചത്? ഒക്കുബ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിൽ മിൻ ഫലാ തസ്ഹബ്ന ബിമൽഊൻ. ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങ്. ശപിക്കപ്പെട്ട ഒട്ടകത്തെയായിട്ട് നമ്മളെ കൂടെ വരാൻ പാടില്ല. അതിനെ ഒഴിവാക്കാൻ, ശപിക്കപ്പെട്ട മൽഊനായിട്ടുള്ള ഒട്ടകത്തിന്റെ കൂടെ ഇനി വരണ്ട, അതിനവിടെ ഉപേക്ഷിക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും വലാ തദ്ഉ അലാ ഔലാദിക്കും വലാ തദ്ഉ അലാ അംവാലിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ ശപിക്കാൻ പാടില്ല, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലേ? ഇപ്പം കൈ പണ്ടാറ് കൈ എന്ത് വേദന പറയാൻ പാടില്ല. ചിലപ്പോൾ കൈയിൻ്റെ അവിടെ വേദന ഉണ്ടാവും. നമ്മൾ പെണ്ണുങ്ങളോട് പറയും, അല്ലെങ്കിൽ ആണുങ്ങളോട് പറയും, എന്തെന്ന് ഒടുക്കാത്തൊരു വേദന, ആറാം കൈ, അങ്ങനൊക്കെ സാധാരണ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ തന്നെ ശപിക്കണം, നമ്മുടെ കൈയിനെ. ലാ തദ്ഉ അൻഫുസക്കും അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ പറയാറില്ലേ, പറഞ്ഞു പോകാറില്ലേ, ഒരിട്ടം കുളിക്കാൻ വിളിക്കും, മോള് വരുമോ, വല്ലാണ്ട് വരൂലേ, ഓല് പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെയും വിളിക്കും, പിടിച്ചുകൊണ്ട് വന്ന് ടോയ്ലറ്റിൻ്റെ അവിടെ എടുത്ത് കൊണ്ടുവച്ച് നിർത്തും. പിന്നെയോ ഇപ്പോഴത്തെ സോപ്പ് എടുത്തിട്ട് നമുക്ക് പിന്നെയും പോയിണ്ടാവും, അടുത്ത ബുക്ക് എടുക്കാൻ പോയിണ്ടാവും, ഇതും കൂടി എടുത്തിട്ട്. അപ്പം ഉണ്ടാവും നമുക്കിങ്ങനെ 2-3 വട്ടം പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം പിടിക്കും. പിന്നെ ഒരു വിളിയാണ്, പിന്നൊരു വിളിയാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന്. മാർക്ക് ചിലപ്പം കുറവായിരിക്കും കുട്ടിയൊക്കെ, കുറേ പറഞ്ഞുണ്ടാവും വായിക്കാൻ, കുട്ടി വായിച്ചിട്ടുണ്ടാവില്ല. പിന്നെയോ മാർക്കിട്ട് പെൻസിൽ പേപ്പർ വന്നുമ്പോൾ കുറവായിരിക്കും. പിന്നെ ഒരു വർത്താന, ഈ നന്നാവില്ല, എത്ര പറഞ്ഞാലും ഇനി കേൾക്കൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ അറിയോ, ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. നിങ്ങളുടെ വർത്താനവും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട്. ചോദിച്ചവന് ചോദിക്കുന്നത് കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയമായിട്ട് ഇത് യോജിച്ച് വന്നാലുണ്ടല്ലോ, നമ്മളാ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കും. പിന്നെ നമ്മളെ മക്കൾ തന്നാവില്ല. പിശാചിനെയും ശൈത്താനെയും ഒക്കെ നമ്മളെ മക്കളെ വിളിച്ചാൽ പിന്നെ ആ സ്വഭാവം നമ്മളെ മക്കൾ കാണിച്ചു തുടങ്ങും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു ലെവലിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവണം നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക്. സാധാരണക്കാർ പോലെ ആവരുത്. ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് വന്നാൽ നമ്മൾ ആ ലെവലിൽ ഒരല്പം പൊന്തിക്കണം. മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ പറയരുത്, പറയാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറയൂല. ഇത് തന്നെ ആണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ, ബാഡ് വേർഡുകളൊന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെ എത്രയും നല്ല ഒരു ബന്ധം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുമാത്രമല്ല, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും മാത്രമല്ല, ജ്യേഷ്ഠന് നമ്മളെ കുടുംബത്തിൽപ്പെട്ടതാണ്, അനിയൻ നമ്മളെ കുടുംബത്തിൽപ്പെട്ടതാണ്, അനിയത്തി നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, ഇളയമയും അമ്മായിയും എളാപ്പയും ഒക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പം നമ്മളുടെ റോള്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സ്ത്രീകളുടെ റോള് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ടയർ പോലെയാണ്. ആണുങ്ങൾ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കൂല, അവർക്ക് ചിലപ്പോൾ ഈ ബോധമൊന്നും ഉണ്ടാവില്ല. അവിടെ പെണ്ണുങ്ങൾ ഇടപെടണം. നിങ്ങൾ ഉമ്മനെ വിളിച്ചിട്ട് കുറേ ദിവസമായില്ലേ, എന്താ വിളിക്കാത്തത്? നിങ്ങൾ എളാപ്പനെ വിളിച്ചിരുന്നു, ജ്യേഷ്ഠനെ നിങ്ങൾ വിളിക്കാറില്ലല്ലോ, ഇപ്പോൾ ഒന്ന് വിളിച്ചൂടെ? അപ്പോൾ അവിടങ്ങളിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ റോൾ അവിടെയുള്ളത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എവിടെ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിലും ആ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇതാണ് അത് സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ന്യൂനതകളും അവൾ മറച്ചു വെക്കും,
അതേപോലെ തന്നെ മൊത്തത്തിൽ അവർ പോലും അറിയാതെ ഉണ്ടാവുന്ന ന്യൂനതകളുടെ ഗ്യാപ്പുകളും അത് ഫില്ല് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അങ്ങനെ ദുനിയാവ് അങ്ങോട്ട് പോകുമ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഏറ്റവും നല്ലതായിരിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, കുടുംബജീവിതം അള്ളാഹു എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുടുംബം അള്ളാഹുവിനോട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്താണ് ഇത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്കെതിരെ ഇസ്തിആദത്ത് നടത്തേണ്ടുന്ന സമയമല്ലേ എന്ന് കുടുംബബന്ധം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു, അതെ. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, അമാ തർലൈന അൻ അസില മൻ വസലകി വ അഖ്തഅ മൻ ഖതഅകി ഖാലത് ബലാ. അല്ല, നീ തൃപ്തിപ്പെടുമോ നിന്നോട് ബന്ധം ചേർത്തിയ ആളുകളോട് ഞാൻ ബന്ധം ചേർത്തുകയും നിന്നോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് ഞാൻ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് അള്ളാഹു കുടുംബബന്ധത്തോട് ചോദിച്ചപ്പോൾ കുടുംബബന്ധം പറഞ്ഞു അതെ. അപ്പം കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് ബന്ധം ചേർക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുടുംബബന്ധം ചേർത്താൽ മതി. മനസ്സിലായോ? ഒന്നിൻ്റെ പ്രതിപ്രവർത്തനമാണ് മറ്റൊന്ന്. ഇത് കിട്ടണമെങ്കിൽ അത് ചെയ്താൽ മതി. മനസ്സിലായോ? ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് പോയിട്ട് ടച്ച് ചെയ്യലല്ല, സ്വിച്ച് ഇട്ടാൽ അല്ലേ? സ്വിച്ച് ഇട്ടാൽ മതി. അപ്പൊ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തുന്നത് പോലെയാണ് ബന്ധം ചേർത്താൽ അള്ളാഹു നമ്മളോട് ബന്ധം ചേർക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുമാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയ സമയത്ത് എല്ലാ ആളുകളും പ്രവാചകൻ മദീനയിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം പ്രകടമാക്കിയാണ്. പ്രവാചകൻ വന്നു, എല്ലാവരും പ്രവാചകൻ്റെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹം പറയണം, ഞാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ പ്രവാചകനിൽ നിന്നും ആദ്യമായി കേട്ടത് എന്താണ്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ശുസ്സലാമ വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. എന്താണ്? ഏ ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, അതേപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുകയും വേണം. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കും, നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കണം, എങ്കിൽ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ ആദ്യമായി പ്രവാചകന്റെ നാവിൽ നിന്നും ഞാൻ ഇതാണ് കേട്ടത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, ചിലയിടത്തിലൊക്കെ വാപ്പ മരിച്ചിട്ടുണ്ടാവും. വാപ്പ മരിക്കുന്നതോടുകൂടി കുടുംബത്തിൻ്റെ ഓരോരോ കണ്ണികൾ ഇങ്ങനെ പൊട്ടിപ്പോകും അല്ലേ? വാപ്പ ഉള്ള സമയത്ത് തറവാട്ടിലേക്ക് അനിയൻ പോയിണ്ടാവും, ജ്യേഷ്ഠൻ പോയിണ്ടാവും, പെങ്ങൾ വന്നിണ്ടാവും, ആങ്ങള വന്നിണ്ടാവും, എല്ലാവരും ഉണ്ടാവും. വാപ്പല്ലാതായതോടുകൂടി പിന്നെ നമ്മളെ പുരയിൽ കയറില്ല. ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പതിയെ അകന്നു പോകും. അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പതിയെ അവരവരുടെ ലോകത്തേക്ക് പോകും, നമ്മൾ നമ്മുടെ ലോകത്തേക്ക്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇവിടെയാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പ്രധാന കണ്ണി മുറിഞ്ഞു പോയാൽ നമ്മൾ പ്രധാന കണ്ണിയായി മാറണം. കുടുംബം അതാണ്. അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടുന്ന വിശ്വാസധാരകൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെതൊക്കെ ക്ലിയർ ആക്കണം. ഇതോടുകൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കണം. നമ്മുടെ ബഹുമാന്യനായ സലാം സലാഹി പറഞ്ഞത് ഇതൊക്കെയാണ്. നമ്മുടെ കുടുംബത്തിൽ തൗഹീദ് ക്ലിയർ ആവണം. അല്ലാഹ് എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ചോനേന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വേറൊരാളും വരാൻ പാടില്ല. വേറൊരാളും വരരുത്. അവിടെ മൊയ്തീൻ ഷെയ്ഖേ എന്ന് വരരുത്, റസൂലേ എന്ന് വരരുത്. അല്ലാഹ് എന്ന് വിളിക്കേണ്ടുന്നത് അല്ലാഹ് തന്നെ വിളിക്കണം. വഇദാ സഅലക ഇബാദി അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയുക്ഷിഫു. നിങ്ങൾക്ക് ഗതികെട്ടവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? ലോകത്തുണ്ടല്ലോ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ തേടിയിട്ടും കാര്യമില്ല. ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു.
അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല. അള്ളാഹുവോടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ശിർക്കും ബിദ്അത്തുകളും ഉണ്ടാവരുത്. അതിനെന്ത് വേണമെന്നറിയോ? സുന്നത്തും തൗഹീദും പഠിക്കണം. ക്ലാസ്സുകളൊക്കെ ഇതേപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും പങ്കെടുത്ത് നിരന്തരമായി അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ ദീനും പ്രവാചകൻ്റെ സുന്നത്തൊക്കെ പഠിക്കണം. നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും കാലത്തിനനുസരിച്ചുള്ള പേക്കൂത്തുകളിലൊക്കെ നമ്മളുടെ പങ്കാളിത്തം ഉണ്ടാവരുത്. അത് മതസ്ഥരുടെ ആഘോഷങ്ങൾ നമ്മുടേതായി ആഘോഷിക്കുന്നതാണെങ്കിലും ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. അവർക്ക് അവരുടേതായ മതത്തിൻ്റെ ആഘോഷങ്ങൾ അവരാഘോഷിക്കട്ടെ. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അവർ പഠിച്ചതുപോലെ അവർ ആഘോഷിക്കട്ടെ. പക്ഷേ നമുക്കൊരു ദീനുണ്ട്. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ് നമ്മുടെ ദീന്. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ്. അപ്പം ആ പരലോകം കളഞ്ഞിട്ട് ഒരാഘോഷം നമുക്ക് പാടില്ല. അത് മറ്റൊരാളോട് വെറുപ്പുണ്ടായിട്ടല്ല, നമ്മുടെ പരലോകത്തിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നമ്മുടെ വിശ്വാസത്തിനോട് നമുക്ക് കൂറുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസത്തിന് പരിക്ക് പറ്റുന്ന, നമ്മുടെ ഈമാനിന് കോട്ടം പറ്റുന്ന ഒന്നിലും നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. നല്ല ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകളായി നമ്മളും നമ്മുടെ മക്കളും മാതാപിതാക്കളും വളരണം. അതിനനിവാര്യമായിട്ട് എന്തൊക്കെ എവിടുന്നൊക്കെ കിട്ടുമോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ച് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എന്നിട്ട് ഇതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ചെറുതായിട്ട് ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാവരുത് നമ്മുടെ പുരയിൽ. ഇതൊക്കെയാണ് കുടുംബജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഭാര്യ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ ഭർത്താവിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അവളോട് ഇപ്പം എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ സൗണ്ടിൽ അതൊക്കെ അങ്ങ് പോകുന്നേ, പോവും. ഭർത്താവ് അവിടെ ഇരുന്ന് ഖുർആനിന്റെ അക്ഷരങ്ങൾ, ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത അക്ഷരങ്ങൾ, പിന്നെ കലിമകളുടെ അർത്ഥം ഇങ്ങനെ വായിച്ചു പഠിക്കുകയാണ്, ആ ഹിഫ്ളാക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. അവരെന്തെങ്കിലും നിങ്ങൾ ചീത്തറിനോ ആ ആയത്ത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതങ്ങ് പുറത്തു കൊടുത്തേക്ക്. നമുക്ക് തോന്നൂലേ? എൻ്റെ ഭർത്താവ് പഠിക്കുന്ന ആയത്തിനോടുള്ള സ്നേഹം കൊണ്ട് അവർ പറഞ്ഞ ആ ചീത്ത ഞാനങ്ങ് സഹിച്ച്. ദീന് പരസ്പരം പങ്കുവെക്കുമ്പോഴുള്ള അതിനോടൊരു ഹുബ്ബുണ്ടാകുമുണ്ടല്ലോ, ബാക്കിയെല്ലാം എളുപ്പമാവും, ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് അള്ളാഹു കൊണ്ടുപോകുന്നുള്ളതാണ്. അങ്ങനെ നല്ല കുടുംബജീവിതത്തോടെ ദുനിയാവിൽ ജീവിക്കാനും കുടുംബമായി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.